ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. റഫ്സീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇങ്ങനെ സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു വെജിറ്റബിൾ ബിരിയാണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണാം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ബട്ടൺ ഇപ്പം തന്നെ ഒന്ന് പ്രസ് ആക്കണേ. അപ്പോൾ നമുക്ക് വെജിറ്റബിൾ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം അല്ലേ. അപ്പോൾ ഞാൻ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് ക്യാരറ്റും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും കുറച്ച് ബീൻസാണ്. ഉരുളക്കിഴങ്ങ് ഒരു വലുത്, ക്യാരറ്റ് ഒരു വലുത്, അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് കോളിഫ്ലവർ, മഷ്റൂം, അതുപോലെ സോയ. അപ്പോൾ നിങ്ങളെടുത്ത് ഇതെല്ലാം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഉള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെജിറ്റബിൾ ഇട്ടോ. പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സോയയും അതുപോലെ മഷ്റൂമെല്ലാം ഇടുമ്പോൾ അതിൻ്റെതായ ടേസ്റ്റ് വേറെ തന്നെ വരും. അതായത് വെജിറ്റബിൾ ബിരിയാണിക്ക് എത്ര ടേസ്റ്റ് ഉണ്ടായാലും ഇത്ര എന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇടുന്നത്. അപ്പോൾ ഇത്രയും പച്ചക്കറി നമുക്ക് ഒരു മീഡിയം രൂപത്തിലാക്കിയിട്ട് മുറിച്ച് വെക്കാം. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അരി കഴുകി വെക്കാനുണ്ട്. പിന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് സെല്ലൻ്റെ റൈസാണ്. ശരിക്കും പറഞ്ഞാൽ വെജിറ്റബിൾ ബിരിയാണിക്ക് ഏറ്റവും നല്ല റൈസ് എന്ന് പറഞ്ഞാൽ ജീരകശാലിൻ്റെ റൈസാണ് കേട്ടോ. അപ്പോൾ അതുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാനാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ അരി ഞാനിപ്പോൾ സെല്ലൻ്റെ എടുത്തതുകൊണ്ട് തന്നെ 20 മിനിറ്റ് കുതിർത്ത് വെക്കാണ്ട്. ജീരകശാലിൻ്റെ അരിക്ക് പിന്നെ നമുക്കറിയാലോ, ജീരകശാല എന്ന് വെച്ചാൽ കൈമാരിയാണ് ഉദ്ദേശിക്കുന്നത്. അതിന് പിന്നെ കുതിർത്തൊന്നും വേണ്ടിയില്ല. സാധാരണ നമുക്ക് വേഗം തന്നെ ആക്കി വെക്കാം. ഇതിപ്പോൾ സെല്ലൻ്റെ റൈസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കുതിർത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. കുതിർത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് കുതിർത്തിട്ട് അവിടെ വെള്ളം ഊറ്റാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാമല്ലോ. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ, അതായത് ഉള്ളി പൊരിച്ചെടുക്കാനുള്ള ഓയിലാണ്. അപ്പോൾ അതിനുള്ള അത്യാവശ്യമുള്ള ഓയിൽ എത്രയാണെന്ന് അറിയാമല്ലോ, അത് പിന്നെ എടുത്തിട്ട് ഇപ്പം ഞാനിവിടെ 2 ഉള്ളി, വലിയ ഉള്ളിയാണ്, അത് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ രൂപത്തിൽ പൊരിച്ചിട്ട് നമുക്ക് എടുക്കാം. ശേഷം ഇപ്പോൾ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും അതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതൊന്ന് പൊരിച്ചിട്ട് വെക്കുക. വെറുതെ എന്താ പറയുന്നത്, ശരിക്കും വെജിറ്റബിൾ ബിരിയാണിക്ക് ഇതെല്ലാം ഇടുമില്ലേ, അത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണല്ലേ. അപ്പോൾ ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഉരുളക്കിഴങ്ങില്ലേ, അതും ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അതായത് ഭയങ്കരമായിട്ട് ഫ്രൈ ഒന്നും ആക്കുന്നില്ല, ഒന്ന് നല്ല തിളക്കുന്ന ഒരു എണ്ണയിലിട്ടിട്ട് നമുക്കൊന്ന് പൊരിച്ച് കോരിയെടുക്കുക. അതായത് ജസ്റ്റ് ഭയങ്കര ബ്രൗൺ കളർ അങ്ങനെയൊന്നും ആകാൻ പാടില്ല. ഇപ്പോൾ വീഡിയോയിൽ കാണുന്നില്ല, അതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാകാൻ, രണ്ട് ഭാഗത്തും ഒരു പകുതി വേവെന്ന് പറയില്ലേ, ആ ഒരു രൂപത്തിലാക്കി എടുക്കുക. ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മസാലയിൽ ഇങ്ങനെ പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വെന്ത് കഴിഞ്ഞാലും നമ്മളൊരു പീസായിട്ട് തന്നെ നല്ല രസത്തിൽ നിൽക്കും. അപ്പോൾ നല്ല വേവും ഉണ്ടാവും, അങ്ങനെ ഉള്ള രീതിയിൽ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ക്യാരറ്റും ബീൻസും കോളിഫ്ലവറും ചെയ്യുക. പിന്നെ സോയയും മഷ്റൂമും ഇതിനകത്ത് ഇടുന്നില്ല, അത് നമുക്ക് ഡയറക്റ്റ് മസാലയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ ക്യാരറ്റും കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീൻസും കോളിഫ്ലവറും ഇതേപോലെ ചെയ്യുക. ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക. പിന്നെ എന്താ പറയുക, എണ്ണ അധികം വേണ്ടാത്തവർക്ക് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട, ഡയറക്റ്റ് മസാലയിൽ ഇട്ട് കൊടുക്കുക. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ബിരിയാണിയിൽ ശരിക്കും ഈ ഒരു പീസലില്ല, നല്ല രസത്തിൽ കാണുകയും ചെയ്യുക. അതുപോലെ നല്ലോണം വെന്തിട്ടും ഉണ്ടാവും, പൊടിഞ്ഞു പോകില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ ഉള്ളി പൊരിച്ചത് ഇതിൻ്റെ എല്ലാം ഓയിൽ കൂടുതലുള്ളതുകൊണ്ട് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ മസാലക്ക് ആവശ്യമുള്ള സ്പൈസസ് ആണ്. അതായത് കുറച്ച് കുരുമുളക്, കുറച്ച് ചെറിയ ജീരകം, അതുപോലെ തന്നെ ബേ ലീഫ്, 4 ഏലക്ക, അങ്ങനെ കുറേയൊന്നും ഇടരുത്. അന്നേരം ഭയങ്കരമായിട്ട് സ്പൈസസിന് ചുവ വരും. കുറേശ്ശെ ഇട്ടാൽ മതി. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു 4 ഉള്ളി, വലിയ ഉള്ളിയില്ലേ, അതാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. മീഡിയം സൈസ് ഉള്ളിയാണ്. അത് നീളത്തിലരിഞ്ഞിട്ട് അതൊന്ന് എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ രൂപത്തിലാക്കിയിട്ട്, അധികം ഇതല്ല, ഒരു ഏകദേശം നല്ലോണം വഴറ്റണേ. വെജിറ്റബിൾ ബിരിയാണി ആയതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഇതെല്ലാം വഴറ്റിയിട്ട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളകിൻ്റെ പേസ്റ്റ്, അത് 2 ടേബിൾ സ്പൂൺ. അതിനെ കണക്കും ഞാൻ പറഞ്ഞു തരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട്. അപ്പോൾ പച്ചമുളകിൻ്റെ എല്ലാം എരിവ് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആവുമല്ലോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിൽ ഇടുമ്പോൾ എന്ന് വെച്ചാൽ ശ്രദ്ധിക്കണം, വെച്ചാൽ അധികം ഇടണ്ട. കൂടുതലായി കഴിഞ്ഞാൽ ഭയങ്കര ചുവ വരും. എപ്പോഴും ബിരിയാണിക്ക് നമ്മൾ ഇതെല്ലാം കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ചുവയായിരിക്കും മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. അതിനായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിന് മഞ്ഞൾ പൊടിയും, പിന്നെ ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും, അതേപോലെ തന്നെ ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും ഗരം മസാലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. സാധാരണ എന്താ പറയുന്നത്, ഇത്ര കുറേ പൊടികളൊന്നും നമ്മൾ യൂസ് ചെയ്യില്ല അല്ലേ ബിരിയാണിക്ക്. പക്ഷേങ്കിൽ ഇതിന് വെജിറ്റബിൾ ബിരിയാണിക്ക് ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് എന്താക്കുക, ഇത് ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റണേ, പച്ചമണം മാറുന്നത് വരെ. ശേഷം ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മഷ്റൂമും സോയയില്ലേ, അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പെല്ലാം ഒന്ന് ശ്രദ്ധിക്കണേ. ഉപ്പ് ആവശ്യത്തിനുള്ളതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വെക്കണം കേട്ടോ. ഈ 2 സംഭവം തന്നെ ഇടുമ്പോൾ തന്നെ നമ്മൾ വെജിറ്റബിൾ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ. ഇനി ഇവിടെ ഞാനൊരു 2 തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതും ഇട്ട് കൊടുത്ത് ഒരു മീഡിയം സൈസിലാണ്. പിന്നെ അതും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം
നമ്മൾ പൊരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഇതല്ലേ കോളിഫ്ലവർ, ബീൻസ് അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതെല്ലാം കൂടിയിട്ട്. പിന്നെ ആവശ്യത്തിന് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഈ ടൈമിൽ തന്നെ ഇട്ട് കൊടുത്തേക്കാം. മല്ലിച്ചപ്പും പൊതുനിച്ചപ്പെല്ലാം അതിൻ്റെ എല്ലാം ചുവ ഒന്ന് നല്ലോണം ഒന്ന് കഴിഞ്ഞ് വരട്ടെ. അപ്പോൾ പിന്നെ ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്താക്കാം, ഇതിലിനിപ്പോൾ വേവുണ്ട്. നമുക്ക് ഓൾറെഡി ഒരു പകുതിയോളം വെന്തിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണല്ലോ ഇതെല്ലാം ഇടുന്നത്. ആവശ്യത്തിന് അതിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒന്ന് കൂടി പോകരുത്. അത്യാവശ്യം ഒന്ന് വേവാൻ വേണ്ടിയിട്ടുള്ളൊരു വെള്ളം മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ പിന്നെ പച്ചക്കറിയിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഉരുളക്കിഴങ്ങ് തൊട്ട് നോക്കുന്നേരം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ നല്ല വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടെന്ന് 2 ടേബിൾ സ്പൂണോളം തൈരാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി തൈര് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, ചെറുനാരങ്ങൻ്റെ നീരായാലും കുഴപ്പമില്ല കേട്ടോ. തൈരാകുമ്പോൾ കൂടുതൽ നല്ലതെന്ന് വിചാരിക്കുന്നത് വെജിറ്റബിളിൻ്റെ ബിരിയാണിയാണല്ലോ. അപ്പോൾ അതും കൂടി ജസ്റ്റ് എല്ലാം ഒന്ന് പിന്നെ എന്താ പറയുക, നല്ല ഒന്ന് മിക്സ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. ശേഷം നമുക്ക് ഇനിയും കുറച്ചും കൂടി പൊതിനച്ചപ്പും അതേപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊരിച്ച ഉള്ളി അതും കൂടി കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് തന്നെ ഇട്ട് കൊടുത്തേക്കാം മുകളിലേക്കായിട്ട്. അപ്പോൾ ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ റൈസ് ഞാനിവിടെ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഊറ്റിയിട്ട് എടുക്കുന്നില്ല, വെള്ളത്തിൽ നിന്ന് ഊറ്റിയിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതേപോലെ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് പിന്നെ അതിനുള്ള സ്പൈസസ് കുറച്ച് ഏലക്ക, ഗ്രാമ്പു, പട്ട, കുരുമുളക്, ബേ ലീഫ് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് എന്നിട്ട് അതിന് ശേഷം നമ്മൾ സെല്ലിൻ്റെ റൈസ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാൻ മറന്നു പോകരുത്. അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുന്നത്. ജീരകശാലയുടെ അരിയ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ വറുത്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പോൾ വറുത്ത് വെക്കുന്ന ഒരു പിന്നെ റെസിപ്പി, ബിരിയാണീൻ്റെ റെസിപ്പിയെല്ലാം പിന്നെ എൻ്റെ ചാനലുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. എല്ലാ ബിരിയാണിൻ്റെതും ഉണ്ട്, അത് നോക്കിയിട്ട് ചെയ്യേ. അപ്പോൾ അതുപോലെ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ജീരകശാലയിൽ വെജിറ്റബിൾ ബിരിയാണി വെക്കണം, അതാണ് ടേസ്റ്റ്. അപ്പോൾ ഇവിടെ ഇതാ നമ്മൾ ചോറിൽ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള ഗ്രാമ്പ്, പട്ട, ഏലക്ക ഇല്ലല്ലോ, അതെല്ലാം ഒന്ന് മാറ്റി വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളെ ചോറിപ്പോൾ 3/4% വെന്തിട്ടുണ്ട്. അപ്പോൾ അത്രേ വേകാൻ പാടില്ല, അതിനെ കൂടുതൽ വേവിക്കേണ്ട എന്ന് വെച്ചാൽ നമുക്ക് ദമ്മിട്ടിട്ട് വേവിക്കണ്ടല്ലേ. അപ്പോൾ ഇതിങ്ങനെ ചോറ് നമുക്ക് എന്താക്കാം നന്നായിട്ട് ഊറ്റിയിട്ട് എടുത്തിട്ട് ഇനി ദമ്മ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് നമ്മളെ മസാല എല്ലാം ഇവിടെ നല്ല റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ദമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അതിനായിട്ട് ഞാനിവിടെ 2 ലെയറായിട്ടാണ് പിന്നെ ദമ്മ് ചെയ്യുന്നത്. പകുതി മസാല എടുത്തിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. കാരണം സാധാരണ നമ്മളെ തലശ്ശേരി ഭാഗങ്ങളിലെല്ലാം അടിയിലും മസാലയും മേലിൽ ചോറാക്കിയിട്ടുള്ള ദമ്മാണ് നമ്മളിടൽ. പക്ഷേ വെജിറ്റബിൾ ബിരിയാണിക്ക് നമ്മൾ ഇങ്ങനെ ദമ്മ് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകാനേ. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം ഗീയില്ലേ അതുകൂടി ഒന്ന് ഇട്ട് കൊടുത്ത് കുറച്ച് മല്ലിച്ചപ്പും ഉള്ളി പൊരിച്ചതും എല്ലാം ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് നമ്മളെ അരി നമ്മൾ ഇട്ട് കൊടുത്ത റൈസില്ലേ, വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഒരു ലെയറിൽ അങ്ങ് ഇട്ട് കൊടുത്ത് ശേഷം നമുക്ക് എന്താക്കുക അടുത്ത പിന്നെ മസാല അതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഗീ ഇതുവരെ ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ, ഗീ നമ്മൾ ഓയിലാണല്ലോ ഇത് ഇത്ര വരെ ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് മേലെ ഭാഗത്തേക്ക് മാത്രം എന്താ പറയുക കുറച്ച് ഗീ ഇങ്ങനെ ഈ ടൈമിലെല്ലാം ഒന്ന് കുറച്ച് ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു രസം ഉണ്ടാവും. അതുപോലെ നല്ലൊരു പിന്നെ മണവും എല്ലാം കിട്ടും കേട്ടോ. അപ്പോൾ ഇത് രണ്ടാമത്തെ ഇത് മസാല ഇങ്ങനെ ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് പൊരിച്ച ഉള്ളിയും അതുപോലെ തന്നെ മല്ലിച്ചപ്പ്, പുതിന, അണ്ടിപ്പരിപ്പ്, കിസ്മിസ് ഇതെല്ലാം മേലിൽ ഇട്ട് കൊടുക്കുക. ശേഷം നമുക്ക് എന്താക്കാം മുകളിലേക്ക് പിന്നെയും ചോറങ്ങ് ഇട്ട് കൊടുക്കുക. ഇത് ഒരു തവണയെങ്കിലും നിങ്ങൾ വെജിറ്റബിൾ ബിരിയാണി വെച്ച് നോക്കണം കേട്ടോ. അതിൽ നല്ല ടേസ്റ്റാണ്. കഴിയുന്നതും പിന്നെ ബസ്മതി റൈസിൽ വെക്കാതെ പിന്നെ ജീരകശാല അരി തന്നെ വെക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ വെജിറ്റബിൾ മാത്രം കഴിക്കുന്ന ആൾക്കാരും ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കെല്ലാം ഒരുപാട് ഉപകാരപ്പെടും ഈ വീഡിയോ. അപ്പോൾ ഇത് മേലിൽ ഇതേപോലെ തന്നെ നമ്മൾ മല്ലിച്ചപ്പവും പിന്നെ എന്താ പറയുക പൊരിച്ചുള്ളിയും അണ്ടിപ്പരിപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ദമ്മ് ചെയ്തെടുക്കണം. അതിന് മുന്നേറ്റ് കുറച്ച് ഗീ എല്ലായിടത്തും നമുക്ക് ഇട്ട് കൊടുക്കുക. ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് ഒരു 15-20 മിനിറ്റോളം നമുക്ക് എന്താക്കുക ലോ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ദമ്മ് ചെയ്തിട്ട് വെക്കണം. ഇതാ അപ്പോൾ നമ്മളിത് ഒരു 20 മിനിറ്റിന് ശേഷം ഞാനിപ്പോൾ ദമ്മെല്ലാം പൊട്ടിച്ച് ഇതാ നമ്മൾ ബിരിയാണി ഉണ്ട്, നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബിരിയാണി തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ള വേവെല്ലാം ഇവിടെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ 3/4% നമ്മൾ റൈസ് വേവിച്ചെടുത്ത് ഇപ്പോൾ ദമ്മിൽ ബാക്കിയുള്ളതും കൂടി വെന്തിട്ട് ഇതാ നല്ല സൂപ്പർ ഒരു ബിരിയാണി തന്നെയാണ്, വെജിറ്റബിൾ ബിരിയാണി. നമ്മൾ സോയയും മഷ്റൂമെല്ലാം ഇടുന്നതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എന്താ പറയുക കഴിക്കാൻ കൂടുതൽ രസമാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ പറഞ്ഞ കുറേ പിന്നെ റെസിപ്പീസ് എനിക്ക് ഓർമ്മയുണ്ട്, എല്ലാം ഞാൻ ചെയ്തു തരാം ഓരോന്നോരോന്നായിട്ട്. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനി നിങ്ങളെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി പുതിയ റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.